ശ്രീ വി രാജേഷ്, സമാന്തര സർക്കാർ ആകാനാണ് സെക്രട്ടേറിയറ്റിലെ CPM സർവീസ് സംഘടനയുടെ ശ്രമം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് സർക്കാരിന്റെ ഫയലുകൾ കരസ്ഥമാക്കാൻ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഫയലുകൾ കൈമാറാൻ അവർ ജീവനക്കാരോട് ആവശ്യപ്പെടുകയാണ്. എന്തിനായിരിക്കാം അവർ ഇത്തരത്തിൽ വകുപ്പ് തലത്തിലുള്ള ഫയലുകൾ CPM സംഘടനയ്ക്ക് അല്ലെങ്കിൽ CPM അനുകൂല സംഘടനയായ എംപ്ലോയീസ് അസോസിയേഷനിലെ ജീവനക്കാർക്ക് നൽകണം എന്നാവശ്യപ്പെടുന്നത്? ഇത്തരത്തിലുള്ള പ്രവർത്തികൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒരുപക്ഷെ വാർത്തയായിട്ട് ഇപ്പോഴായിരിക്കും പുറത്തു വന്നത്. അതായത് സെക്രട്ടേറിയറ്റിനുള്ളിൽ CPM അനുകൂല സംഘടനയുടെ നിർബാധമുള്ള എല്ലാ മേഖലയിലുമുള്ള കടന്നുകയറ്റം, അതോടൊപ്പം തന്നെ അവരെ അംഗീകരിക്കാത്ത, അവരെ പുറപ്പെടുവിക്കുന്ന തിട്ടൂരം അനുസരിക്കാത്തവരെയൊക്കെ തന്നെ ദ്രോഹിക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ട് ഒരുപാട് കാലം. ഈ അധികാരം അടിഞ്ഞുകൂടി അവരുടെ ഇടയിൽ തന്നെ കുറച്ചു ദിവസം മുമ്പ് നടത്തിയ സമ്മേളനത്തിലൊക്കെ തമ്മിലടിയായിരുന്നല്ലോ. പ്രസിഡന്റിനെ പുറത്താക്കി, പ്രസിഡന്റ് സെക്രട്ടറിയെ പുറത്താക്കി, അങ്ങനെയൊക്കെയുള്ള AKG സെന്ററിൽ വെച്ചാണ് നടന്നതെന്ന് ഓർക്കണം. അപ്പോൾ അത് ഈ അധികാര ദുർമേധസ് തുടർഭരണം കിട്ടിയതോടുകൂടി അടിഞ്ഞുകൂടിയതിന്റെ ഫലമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ നേതൃത്വം കൊടുക്കുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തോ അതിനകത്തുണ്ട്. അവിടെ നോട്ട് നിരോധന സമയത്തുൾപ്പെടെ കോടിക്കണക്കിന് രൂപയാണ് ആ സൊസൈറ്റിയിൽ വന്ന് കുമിഞ്ഞുകൂടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റികൾ നടത്തുവാനുള്ള ഒരു കേന്ദ്രമായി കൂടി സെക്രട്ടേറിയറ്റിനുള്ളിലുള്ള ഇടതുപക്ഷ സംഘടനകളുടെ പ്രവർത്തനവും അവരുടെ ഓഫീസുമൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന് സെക്രട്ടേറിയറ്റ് ആയതുകൊണ്ട് തന്നെ ആരും ഇതിനകത്ത് കയറി അവരെ നിയന്ത്രിക്കാൻ വേണ്ടി ആരും വരില്ലല്ലോ. ആ ഒരു ധൈര്യത്തിൽ, അതായത് ചീഫ് സെക്രട്ടറിയുടെയും CM-ന്റെയും ഉൾപ്പെടെ ഓഫീസ് ഞങ്ങളാണ് ഭരിക്കുന്നത് എന്നുള്ള ഒരു ധാർഷ്ട്യത്തിൽ നിന്നുകൊണ്ട് അവരുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കാത്ത മുഴുവൻ പേരെയും ദ്രോഹിക്കുന്ന നടപടികൾ, അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിൽ ചെല്ലുന്ന അവർക്ക് അവരുടെ വ്യക്തി താല്പര്യവും പാർട്ടി താല്പര്യവുമുള്ള ഫയലുകൾ, ചില ഫയലുകൾ അവർ വേഗത്തിലാക്കി കൊടുക്കും, മറ്റു ചില ഫയലുകൾ അവർ പിടിച്ചു വയ്ക്കും, തടഞ്ഞു വയ്ക്കും. അങ്ങനെ പല വ്യവസായികളെ ദ്രോഹിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ വ്യക്തികളെ ദ്രോഹിച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാരെ ദ്രോഹിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിന് മുമ്പ് പശ്ചിമ ബംഗാൾ CPM തകരുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥർ കാണിച്ചു കൂട്ടിയതുപോലുള്ള അധാർമിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ട് സെക്രട്ടേറിയറ്റിലെ ഇടതുപക്ഷ സംഘടനകൾ മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിന്റെയൊക്കെ തന്നെ ഒരു തുടർച്ചയായിട്ടായിരിക്കും ഈ വാർത്തകൾ പുറത്തു വരുന്നത്. ശ്രീ വി രാജേഷ്, ഒരു കാര്യം കൂടി ചോദിച്ചു കൊള്ളട്ടെ. ഇത്തരത്തിൽ ഇത് പരസ്യമായി ഈ വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെടുന്നതിലൂടെ കൃത്യമായ ഒരു അഴിമതിക്ക് കോപ്പുകൂട്ടുകയും അതോടൊപ്പം ഒരു സമാന്തര സർക്കാരാണ് തങ്ങളുടെ അധീനതയിൽ വരുന്ന ഫയലുകളൊക്കെ തീർപ്പാക്കപ്പെടാം, അല്ലെങ്കിൽ ഇനി ഭാവിയിലും തങ്ങളുടെ അനുവാദത്തോടുകൂടിയും അല്ലെങ്കിൽ തങ്ങളുടെ ഒത്താശയോടും കൂടി ഇത്തരം ഫയലുകളൊക്കെ ഇങ്ങനെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളൊരു സന്ദേശം കൂടിയല്ലേ ഇവർ നൽകുന്നത്? തീർച്ചയായിട്ടും. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല്, ഈ പല മന്ത്രിമാരും ജൂനിയർ മന്ത്രിമാരാണല്ലോ ഈ മന്ത്രിസഭയില്. മുഖ്യമന്ത്രിക്ക് തന്നെ പല സമയത്തും മുഖ്യമന്ത്രി തന്നെ ഒരു സാമാന്യ യുക്തിക്ക് നിരക്കുന്ന തരത്തിലല്ല പെരുമാറുന്നത്. പലപ്പോഴും നമുക്ക് അദ്ദേഹം മൈൻഡ് എത്രത്തോളം അപ്ലൈ ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ എന്നുള്ളത് സംശയം പോലും ഇടയ്ക്ക് തോന്നിയിരുന്നു. മാത്രമല്ല, കമ്പാരിറ്റീവ്ലി മറ്റ് ഇടതുപക്ഷ മന്ത്രിസഭകളെക്കാളും ജൂനിയർ മന്ത്രിമാരാണ് ഇപ്പോഴുള്ള മന്ത്രിസഭയിലുള്ളത്. ഒരുവിധം കാര്യങ്ങളൊക്കെ 5 വർഷമായപ്പോൾ ചിലരൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ഒരുപാട് വീഴ്ചകൾ ഈ ഉദ്യോഗസ്ഥർ അവരുടെ കയ്യിലുണ്ട്, അതിൻ്റെയൊക്കെ തന്നെ കോപ്പിയുണ്ട്. അത് വെച്ച് പല മന്ത്രിമാരെ ഉൾപ്പെടെ ഇവർ ചില സമയത്ത് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്ന് പോലും ഭയക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയുന്നതിൽ എനിക്ക് തന്നെ പറയാമോ സംശയമുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്ന പോലനുസരിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം പലരുടെയും ഇൻഎക്സ്പീരിയൻസ്, ഈ പതിറ്റാണ്ടുകളായി ചില കസേരകളിൽ തന്നെ ഇരിക്കുന്നവരുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് മറ്റുള്ളവരുടെ ഇൻഎക്സ്പീരിയൻസിനെ ചോദ്യം ചെയ്യുവാനോ മറികടക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പല ഓഫീസുകളും, പല മന്ത്രിമാരുടെയൊക്കെ ഓഫീസുകളൊക്കെ തന്നെ വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ്. വൻ അഴിമതിയാണ് ഇതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. പല വീഴ്ചകളും സംഭവിക്കുന്നത് ഇവരുടെയൊക്കെ തന്നെ. പണ്ട് തീപിടിച്ചറിയാമല്ലോ, മന്ത്രിസഭയുടെ സമയത്ത് സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ തക്ക വന്നപ്പോൾ തീപിടിച്ചറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള എന്തും ചെയ്ത് കൂട്ടുവാൻ, കാരണം ഫൈനൽ തീരുമാനമൊക്കെ വരുന്നത് സെക്രട്ടറിയിൽ നിന്നായതുകൊണ്ട് തന്നെ അതൊക്കെ ഞങ്ങളാണ് കൈകാര്യം ചെയ്തത്. മന്ത്രിമാരൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഭരണമൊക്കെ നടത്തുന്നത് ഞങ്ങളാണ്. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് പോലും ചലിക്കണമെങ്കിൽ ഞങ്ങളുടെ തിട്ടൂരം വേണം എന്നുള്ളൊരു ധാർഷ്ട്യമുണ്ട്. ഇത് സംസ്ഥാനത്തെയും ഭരണസിരാ കേന്ദ്രത്തെയും അപകടകരമായ അവസ്ഥയിൽ തന്നെ എത്തിക്കും. അതെ, വളരെ നന്ദി ശ്രീ വി രാജേഷ് പ്രതികരിച്ചതിന്.